വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതേ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. മഴയായിട്ട് ഞാൻ ഒത്തിരി നേരം അകത്തിരുന്നു കേട്ടോ. എന്നിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ മഴ നിൽക്കുന്നില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ വൈകുന്നേരം മുതലേ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ഗാർഡൻ്റെ ഈ മഴയത്തുള്ള ഒരു അവസ്ഥയും കൂടി കാണണമല്ലോ. മഴയില്ലാതെ വേനലായിരിക്കുന്ന സമയത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കും ചെടികളൊക്കെ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ട് അതെങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പുറകിലിരിക്കുന്ന അടീനിയാണ് കേട്ടോ. ഇതിൻ്റെ അല്ല, നമ്മൾ നേരത്തെ പാലക്കാടൊക്കെ പോയിട്ട് വന്ന സമയത്ത് അടീനിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടായിരുന്നു. ആ സീഡ് ഞാൻ കഴിഞ്ഞ ദിവസം എടുക്കുന്നതും അത് നടുന്നതും ഒക്കെ ആയിട്ടുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ ആ അടീനിയും പൊടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് ഇതേ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് പൊടിക്കുമെന്ന്. കാരണം അത്ര ഉഷാറുള്ള വിത്തുകളായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ പൊടിച്ചു വരുന്ന കണ്ടപ്പോൾ. ഈ മാവ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട്. ഇപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് മഴയൊക്കെ കിട്ടി നന്നായിട്ട് ചെറുത്ത് വരാൻ തുടങ്ങി കേട്ടോ. അതിങ്ങനെ ചെറിയ ചെറിയ പുതിയ ശിഖരങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേളിലേക്ക് വെട്ടിയിട്ടില്ലായിരുന്നു. അതിനി മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ താഴ്ത്തി വെട്ടിയതാണ്. അതിപ്പോൾ എന്തായാലും ഇല വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ആഞ്ഞിലി മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇല മഴയാകുമ്പോൾ മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഇലകൾ ഇങ്ങനെ വീഴും. അപ്പോൾ അതിങ്ങനെ ഈ ഒരു സംഭവം വെച്ചിട്ട്, ചൂലാണ് കേട്ടോ, അത് മെറ്റലിൻ്റെ ചൂലാണ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കുത്തിക്കളയും. അപ്പോൾ അത് വേഗം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. എടുത്ത് കളയും. ഈ മഴയത്ത് ചൂലിട്ട് തൂക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതിനകത്ത് വരില്ല. അത് കാരണമാണ് ഈ കമ്പിക്ക് ഇങ്ങനെ കുത്തിക്കളയും. ഇങ്ങനെ ഇവിടെ ഒരു മെലസ്റ്റോമ ഇട്ടിട്ടുണ്ട് കേട്ടോ. മെലസ്റ്റോമ ഇവിടെ ഞാൻ മുന്നേ നമ്മൾ ഈ വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് ഒരെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പണിയുടെയൊക്കെ ആ സമയമൊക്കെ ആയിരുന്നത് കാരണം അത് നന്നായിട്ട് നോക്കാനൊന്നും കഴിയാതെ പോയി. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു മെലസ്റ്റോമ ഓടി നട്ടിട്ടുണ്ട്. അതിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. നല്ല മഴയായത് കാരണം തന്നെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടത്. അത് ചെറിയ ചെറിയ 1-2 പൂക്കളും ഒക്കെ ആയിട്ട്. ഞാൻ ഇവിടെ കുറച്ച് ആമ്പലും അതുപോലെ തന്നെ താമരയൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നേരത്തെ നമ്മുടെ ഫ്രണ്ടിലുള്ള വലിയ ടാങ്കിനകത്തായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ സൈഡിലാണ് വെച്ചിരുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം ഒരു പിങ്ക് കളർ താമരയായിരുന്നു. ഇച്ചിരി വലിയ സൈസായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ട്യൂബർ ഉണ്ടല്ലോ, ട്യൂബർ എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ആ ട്യൂബർ എടുക്കുന്ന സമയം കഴിഞ്ഞു പോയത് കാരണം തന്നെ ആ ട്യൂബറെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു പ്ലാന്റ് മുഴുവനായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഒരു റെഡ് കളറിലെ താമരയും അതുപോലെ തന്നെ 2 ടൈപ്പ് ആമ്പലുമാണ് കേട്ടോ. ഇത് ഓറഞ്ച് കളറാണ്. ഇത് കുഴിപ്പള്ളത്തിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കുഴിപ്പള്ളത്തിൽ നിന്ന് നമ്മൾ പോയ സമയത്ത് ഒത്തിരി വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് പൂക്കാൻ ഒത്തിരി അധികം സമയം എടുക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. 1-2 പ്രാവശ്യം പൂത്തിട്ടുണ്ട്. പിന്നെ ആ വലിയ ടാങ്കിനകത്ത് ഇരിക്കുമ്പോഴാണ് ഇത് പൂക്കുന്നത് കൂടുതലും പൂത്ത് കണ്ടിട്ടുള്ളത്. ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം ഇതുവരെയും പൂത്തിട്ടില്ല കേട്ടോ. പക്ഷെ നിറയെ തൈകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്നത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇതുപോലെ ഒരു ചെറിയ പീസ് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. ഒരു മാസമൊക്കെ ആവുള്ളൂ. അതിപ്പോഴേക്ക് ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേര് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വളരുന്നത്. ഇതുപോലെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു താമരയുണ്ട്. പക്ഷേ ഇതെടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ താമര അതിൻ്റെ വളർച്ച ഇത് ബാധിക്കുമെന്ന് തോന്നുന്നു. കാരണം ചെറിയ ഇലകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെയും താമരയാണ്. അപ്പുറത്ത് ഒരാമ്പലാണ് കേട്ടോ. അത് ചെറിയൊരു പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. എൻ്റെ പുറകിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണാം. അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയില്ലേ, അപ്പോൾ ആ സമയത്ത് ചെടിച്ചട്ടികളിൽ ഞാൻ ബോട്ടിലിനകത്ത് വെള്ളം ആക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കുറേശ്ശെ ആ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെടി വാടിപ്പോവാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണമാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ തക്കാളി ചെടികളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതെല്ലാം ക്ലീൻ ആക്കണം. അതിപ്പോൾ ഇച്ചിരി മഴയൊന്ന് മാറിയതിന് ശേഷം മാത്രമേ എനിക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇത് നമ്മുടെ പയർ കൃഷി ചെയ്തിരുന്ന പന്തലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പയറൊക്കെ മഴയായത് കാരണം തന്നെ മോശമാവാൻ തുടങ്ങിയിട്ടുണ്ട്. മോശമാവാൻ തുടങ്ങിയെന്നല്ല, പയറിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസങ്ങളായി. അപ്പോൾ പിന്നെ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാലഡ് കുക്കുംബർ ഇങ്ങനെ കയറിയിട്ട് നിറയെ അത് കായകളുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്പം കായയുടെ ആ വലുപ്പമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതും എടുത്ത് മാറ്റാറായി. ഇതെല്ലാം ഇനി ഒന്ന് വെയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ഇതിനെ ഒന്ന്
ഒത്തിരി പേരിങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു ഇതിനകത്ത് പ്രൈമർ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പ്രൈമർ ഒന്ന് അടിച്ചു കൊടുക്കണം, ഒരു കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം. കാരണം അല്ലെങ്കിൽ ഇതുവരെയും ഇതിന് തുരുമ്പെടുക്കുക അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പ്രൈമർ കൂടി അടിച്ചിട്ട് നിർത്തണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത കൃഷി ചെയ്യാൻ. പയർ വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത കൃഷിക്ക് ആവശ്യമുള്ള കുറച്ച് പയറിൻ്റെ വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇത് മാറ്റേണ്ടതാണ്. ഇനി ഇതെല്ലാം എടുത്ത് കളഞ്ഞ് ഇതൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് നമ്മുടെ പിച്ചി നട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിച്ചി ഇതേ നിറയെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ആ പിച്ചി പൂക്കുന്ന വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിച്ചി പൂക്കുന്ന ആ മണം ഭയങ്കര മണമാണ് കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ പടർന്ന് കിടപ്പുണ്ട്. നിറയെ പുതിയ ഇലകളും ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം മഴയാകുമ്പോൾ ശരിക്കും ഇങ്ങനെ പുതിയ പുതിയ ശിഖരങ്ങൾ വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും. അവിടെയൊക്കെ ആ ഭാഗത്തും ഇതേ ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ പൂക്കളിങ്ങനെ പിടിക്കും. മഴയാകുമ്പോൾ ധാരാളം പൂക്കളുണ്ടാവും, നല്ല മണം. ഇത് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഓർക്കിഡാണ് കേട്ടോ. PVC പൈപ്പിനുള്ളിൽ ഞാനിങ്ങനെ കയറൊക്കെ ചുറ്റിയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് കുറേയൊക്കെ അങ്ങ് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഇങ്ങോട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പിന്നീട് വേറെ നമ്മുടെ തൊണ്ടൊക്കെ ഇല്ലേ, തൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കണം. മഞ്ഞപ്പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ, മഞ്ഞപ്പൂക്കളാണ് ഇതിൽ നിന്നുണ്ടാവുന്നത്. ഇനി ഈ റംബൂട്ടാൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. റംബൂട്ടാൻ്റെ കായകളൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി. ഇനിയിപ്പം പ്രൂണിങ്ങിനായിട്ടുള്ള സമയം അടുത്ത് വരികയാണ്. അപ്പോൾ ഈ കായകളും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂൺ ചെയ്യും. നമ്മൾ ഈ പൂക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഈ റംബൂട്ടാൻ പൂക്കും കേട്ടോ. അതായത് നവംബർ ഡിസംബർ മാസത്തിൽ പൂത്ത് നമുക്കൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കുന്ന ഒരു രീതിയിലാണ് ഇതെല്ലാ വർഷവും കായ്ക്കുന്നത്. അപ്പോൾ ഇത്തവണ എല്ലാവരും ചോദിച്ചു എന്താ ഇത്രയും നേരത്തെ വിളവെടുക്കുന്നത്, ഇത് പാകമായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ അറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി നിറമാവുന്നതിന് മുമ്പേ ഞാൻ വിളവെടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ വിളവെടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പഴുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. ഒത്തിരി അങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് തോന്നാറില്ല. പക്ഷേ കുറച്ചൊന്ന് നിറം മാറി തുടങ്ങി ഒന്ന് റെഡ് കളറിലേക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ഒത്തിരി പേര് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെയിറ്റ് വയ്ക്കുന്നത് കുറച്ചുകൂടി നല്ല നിറമാകുമ്പോഴാണ് അതിന് നല്ല വെയിറ്റ് വയ്ക്കുന്നതെന്ന് കേട്ടോ. പക്ഷേ അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത്തവണ ഞങ്ങൾ എന്തായാലും എല്ലാ പ്രാവശ്യവും എടുക്കുന്നത് പോലെ തന്നെ എടുത്തു. പിന്നെ കുറച്ച് കായകൾ നല്ല നിറമാവാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഭയങ്കര മധുരമാണ്. അതങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും മറ്റേ ടേസ്റ്റ് ഇഷ്ടം ഉള്ളത് കൊണ്ടുമാണ് നേരത്തെ തന്നെ വിളവെടുത്തത്. റംബൂട്ടാൻ ഈ ഒരു നിറത്തിലായി നിൽക്കുവാണേ ഇപ്പോൾ. അത് ഞാൻ കഴിച്ചു നോക്കാം. നല്ല മധുരമാണ് കേട്ടോ. ഈ ഒരു സമയത്തേ നല്ല മധുരമാണ്. അതുപോലെ സീഡിയിൽ നിന്ന് നന്നായിട്ട് ഇളകി വരും. നല്ല മധുരമാണ്. ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു സമയം വിളവെടുക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വെയിറ്റ് വയ്ക്കുന്ന കാര്യം എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇത്രയും വെയിറ്റ് വയ്ക്കുന്നത് ആ ഒരു സമയത്താണ്. മുന്തിരി ഇതേ നന്നായിട്ട് നല്ല പച്ചപ്പോടുകൂടി നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു നിറം ഭയങ്കര രസമാണ്. കാരണം ഈ കറുത്ത തണ്ടുകളും അതുപോലെ തന്നെ നല്ല കിളിപ്പച്ച കളറിലുള്ള ഇലകളും ആകുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇത്തവണ ഞാൻ മുന്തിരിക്ക് വളം ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വളം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ മഴ ആയത് കാരണമാണ് വളം ചെയ്യാത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വളം ചെയ്ത് കൊടുക്കണം. ജൈവവളങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ചാണകപ്പൊടിയും അതുപോലെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ അങ്ങനെയാണ് വളം എപ്പോഴും കൊടുക്കാറ്. അത് ഒരു വർഷത്തേക്കുള്ള വളം അങ്ങനെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോൾ പിന്നെയും അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് പിന്നെയും വളം കൊടുക്കുന്നു. ഒരു വർഷത്തേക്കല്ല കേട്ടോ. കാരണം ഇതൊരു വർഷത്തിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നതനുസരിച്ച് പിന്നെയും കായകൾ തന്നുകൊണ്ടിരിക്കും. ആ കാ കഴിയുമ്പോഴേക്കും പിന്നെയും നമ്മൾ വളം കൊടുക്കുന്നു, പ്രൂൺ ചെയ്യും. ഇനി ഞാൻ ദേ മേളിലേക്ക് പോവാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഈ ഇട്ടിരിക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ അകത്ത് ഇൻഡോർ ആയിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിങ്ങനെ മുകളിൽ ചെടിച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നട്ടിട്ട് താഴേക്ക് വളർന്നിറങ്ങുന്നതാണ്. ചെറിയ ഒരു കട്ടിങ് കൊണ്ടുവച്ചതാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ നീളത്തിന് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോവാം. മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് മുന്തിരി കാണാൻ പറ്റും കേട്ടോ. അത് മുകളിൽ നിന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പോൾ റെയിൻകോട്ട് ഇട്ട് തന്നെ ഞാനങ്ങ് കയറിയിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോവാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം. കാരണം എന്ന് പറഞ്ഞാലേ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ അതിങ്ങനെ വീണിട്ട് പിന്നെ ചെക്ക് കൂടെ ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ പോകുന്നതിൻ്റെ പുറകെ കൂടി കയറി വരും.
അപ്പോൾ ആൾ തെന്നി വീഴും. അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും പോകാറില്ല കേട്ടോ. ഇപ്പോൾ ആളില്ലാത്തത് കാരണമാണ് റെയിൻകോട്ടൊക്കെ ഇട്ട് ഞാൻ കയറി വരുന്നത്. ഞാൻ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യായി. ഈ മഴയും കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കയറി വരുന്ന. മഴ പെയ്യുമ്പോൾ ഇതേ കണ്ടോ, മുന്തിരി ഇതേ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ, പടർന്ന് ഇത്രയും ഇങ്ങനെ. നമ്മളന്ന് കട്ട് ചെയ്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കണ്ടാലറിയാം. നമ്മളൊരു ഇല പോലും ഇല്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പോൾ ഇതേ നിറയെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അവിടെ നല്ല തണലും കൂടി. ഇവിടെ ടെറസിൽ ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പച്ച നെറ്റിട്ട് മൂടിയിരുന്നു. കാരണം ഇതിനൊരു മഞ്ഞ കളർ വന്നപ്പോഴാണ് ഞാൻ അത് ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കും, അത് കായ്ച്ചോളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങി. പൂക്കളൊന്നും കാണുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുള്ളിൽ നിന്നാണ് ഇങ്ങനെ പൂക്കളുണ്ടാകുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ പൂക്കളുടെ ലക്ഷണങ്ങളൊന്നും ഇപ്പോഴും ഇല്ല. എന്താ പുതിയ വേരുകൾ വരുന്നുണ്ട് കണ്ടോ. അതെ, ഇത് കണ്ടോ, ഇങ്ങനെ അതിലേക്ക് പറ്റിയിട്ട് ചെറിയ വേരുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ചെറിയ വേരുകൾ ഇങ്ങനെ അതെല്ലാത്തിൽ കൂടെയും ഉണ്ടാകുന്നുണ്ട്. ചെറിയ ഇങ്ങോട്ടൊക്കെ ഉള്ള ശിഖരങ്ങളിൽ കൂടിയൊക്കെ അത് വരുന്നുണ്ട്. അതിങ്ങനെ മണ്ണിലേക്ക് പറ്റി പിടിച്ച് വളരുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും കാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളമെല്ലാം കൊടുത്ത് നമുക്ക് നോക്കാം. കോവലിതേ ഇപ്പോൾ ഇത്രയൊക്കെ പടർന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി ഇലകളോടുകൂടി നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പൂക്കളൊക്കെ ആയി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോവൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മഴ ആയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഈ ചക്കയുടെ വിളവെടുപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചക്കയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പുതിയ കൃഷികൾ ചെയ്യാൻ തുടങ്ങുന്നതിന് ഈ മഴ ഒന്ന് അനുവദിക്കണം. മഴ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത നമുക്ക് ചെടികളൊക്കെ നടാൻ പറ്റുള്ളൂ. മഴയാകുമ്പോൾ എല്ലാവർക്കും ഒരു മടിയല്ലേ, അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ മടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. നമുക്ക് മഴ ആയത് കാരണം മറ്റ് കൃഷികളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.